ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായിട്ട് അടുക്കളയിലേക്ക് വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. ഇന്ന് കുറച്ച് ലേറ്റായി പോയി, ഒരു 6:45 7 മണിയാവാനായിട്ടോ എഴുന്നേൽക്കുമ്പോൾ. പിന്നെ ഇന്ന് എനിക്കും അഫിക്കും ഒന്ന് പുറത്ത് പോകേണ്ടതായിട്ടുണ്ട്, ചെറിയ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കിച്ചണിലേക്ക് വന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. പിന്നെ ഞാൻ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ അരി ഉഴുന്നൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി നമ്മുടെ ഇവിടെ ഞാൻ പറയില്ല, കുറേ പാത്രങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പം വലിയൊരു പാത്രം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചെറിയൊരു ചെരുവത്തിലായിരുന്നു അരച്ച് വെച്ചിരുന്നത്. അതെന്തായാലും പുളിച്ചു പൊങ്ങി താഴെ വീഴും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അത് വാഷ് ബേസിനിൽ ഇറക്കി വെച്ചിട്ടാണ് ഇന്നലെ കിടന്നത് കേട്ടോ. അപ്പം കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പാത്രമൊക്കെ കഴുകിയെടുത്ത് അവിടെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തു. വേറൊരു പാത്രത്തിലേക്ക് മാവ് മാറ്റിയിട്ട് പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഇനിയിപ്പം മഞ്ചിക്കല്ല് വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അത് നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോൾ കുറച്ചായിട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നു. എന്നാലും കുറേയൊക്കെ അവിടെ തന്നെ ആയിപ്പോയി. പിന്നെ എല്ലാം ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് അതൊക്കെ അവിടെ വെച്ചേക്കാണ്. അപ്പം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും ഇഷ്ടം ഇഡ്ഡലിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, അഫിക്കും ഭയങ്കര ഇഷ്ടമാണ്. അഫി വേറെ ഇപ്പോൾ അപ്പമാണെങ്കിലും അല്ലെങ്കിൽ ഇടിയപ്പമൊക്കെ ആണെങ്കിലും അത്രേ കഴിക്കുള്ളൂ. പക്ഷേ ഇഡ്ഡലി ആണെങ്കിലും അവൻ ചിലപ്പോൾ രാവിലെ മാത്രമല്ല ഉച്ചയ്ക്ക് ചോറുണ്ണണതിന് പകരം ഇഡ്ഡലി ആണെങ്കിലും കഴിച്ചോളും. അവനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇത് കുറേ പഴയ ഈ ഇഡ്ഡലി പാത്രമാണ് കേട്ടോ, അതുകൊണ്ടാണ് അതിൻ്റെ കളറൊക്കെ അങ്ങനെ ഇരിക്കണത്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഓയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം വിട്ട് വരാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിരിക്കൂലേ. ഇനി പുതിയൊരു ഇഡ്ഡലി പാത്രം വാങ്ങിക്കണം. അത് കുറേ വർഷങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ അതിൽ ഫുള്ള് ഞാനൊന്ന് ഓയിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റുമിശ അപ്പോഴേക്കും എഴുന്നേറ്റു. അവർക്ക് ചായയും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് മറ്റുമിശയ്ക്ക് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഡ്ഡലി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളിത് ഇഡ്ഡലി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഈ തേങ്ങ ചിരവൽ. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഭയങ്കര മടിയാണ് എനിക്ക് തേങ്ങ അരവെടുക്കാൻ. അത് മാത്രമല്ല, എനിക്ക് ഭയങ്കര താമസമാണ്, കുറേ സമയം എടുക്കും കേട്ടോ. അപ്പം അത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി, അതുപോലെ തന്നെ കുറച്ച് കാന്താരി കഴിഞ്ഞ് സത്യച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി, ഇതും കൂടി വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ അരച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. പപ്പടം കുത്തിയിട്ടാണ് കേട്ടോ നോക്കണത്. അപ്പോൾ ആ ഒരു തട്ടിൽ ഇഡ്ഡലി വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പയ്യെ അതിൻ്റെ അകത്ത് മാറ്റി വെച്ചു. പിന്നെ മറ്റേത് കുറച്ചുകൂടി വേവാനുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ മറ്റേ പാത്രത്തിലേക്ക് മാറ്റിയത് കേട്ടോ. അപ്പോൾ തന്നെ പോയിട്ട് അതിൻ്റെ അകത്ത് ഇളക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം നന്നായിട്ട് കിട്ടില്ല. നല്ല പൂ പോലത്തെ നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അത് സെറ്റായി.
അപ്പം നമ്മളിനി ചമ്മന്തി ഉണ്ടാക്കാൻ പോകാനായിട്ട് ഇത് അവിടുത്തെ ഉമ്മയുടെ റെസിപ്പിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചമ്മന്തി. അപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തു, പിന്നെ കടുക് പൊട്ടിക്കാൻ പോവാണ്. പിന്നെ നമുക്കിവിടെ കറിവേപ്പിലയ്ക്ക് ഭയങ്കര ദാരിദ്ര്യമാണ് കേട്ടോ. ഇവിടെ കഴിഞ്ഞ ദിവസം അത്തച്ചാണെങ്കിൽ ഒരു മഞ്ചിക്കല്ലിൽ നിന്ന് ഒരു കറിവേപ്പിൻ്റെ തൈ കൊണ്ട് നമ്മുടെ പുറകുവശം നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ആയിരുന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോവുക, എടുക്കുക, ഇടുക, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അതില്ല. അപ്പം നമ്മൾ ചെറിയ ഉള്ളി അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. പിന്നെ ആ ഒരു അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. അതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നോക്കിയിട്ട്. ഞാൻ അരയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തില്ലായിരുന്നു, അപ്പം ഇപ്പോൾ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചേർത്തു. പിന്നെ തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ മാറ്റി വയ്ക്കാം കേട്ടോ. വെള്ളച്ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ദോശനെക്കാട്ടിലും ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അരി ഇടാനുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ അരി ഇടുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഒരു അഴുക്കൊക്കെ പൊക്കോളുമല്ലോ. എന്നിട്ട് പിന്നെ വെള്ളം നിറച്ച് വെച്ചിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും അത് റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചാൽ മതിയല്ലോ. അതുപോലെ തന്നെ സാമ്പാറും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതിലേക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പൊക്കെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ കൂടെ ഒരു സവോളയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോഴേക്കും ഉമ്മച്ചി വന്നു. പിന്നെ ഉമ്മച്ചിയാണെങ്കിൽ സാമ്പാർ കഷ്ണങ്ങളൊക്കെ എനിക്ക് അരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പും സവോളയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വെന്ത പരിപ്പിലേക്ക് നമ്മൾ സാമ്പാർ കഷ്ണങ്ങൾ അതുപോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി ചൂടാക്കിയത് പിന്നെ സാമ്പാർ പൊടി ഇട്ടു, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഉപ്പും കൂടി ആവശ്യത്തിന് ഉപ്പും ചേർത്തു, അതുപോലെ തന്നെ പുളിവെള്ളം കൂടി ചേർത്തു കേട്ടോ. പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് വേവിക്കാൻ വെച്ചു, അതും വെന്ത് കിട്ടി. പിന്നെ നമ്മൾ താളിക്കുവാണ് കേട്ടോ. കടുകും അതുപോലെ തന്നെ ചെറിയുള്ളി പിന്നെ വറ്റൽമുളകും കൂടി ഇട്ടിട്ടൊന്ന് താളിച്ചെടുത്തു. അപ്പോഴേക്കും നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളക്കുന്നൊക്കെ ഉണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. ഇഡ്ഡലിയും ചമ്മന്തിയും അതുപോലെ തന്നെ സാമ്പാറും. അപ്പോൾ നമ്മളുടെ രാവിലത്തെയും ഉച്ചക്കത്തെയും ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ചിന്നുവിൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം കേട്ടോ. ഞാനും അഫിയും കൂടിയിട്ടാണ് പോണത്. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു കുറച്ച് ഫോട്ടോ അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഡ്രസ്സിൻ്റെ. അപ്പം എടുത്തു തരുന്നത് ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയില്ല നമ്മുടെ ബാവാസ് തന്നെയാണ്. അപ്പോൾ അവനും ആൻറ്റിയും അവരുടെ തൊടുപുഴ വീട്ടിൽ നിന്ന് ചിന്നുവിൻ്റെ വീട്ടിലേക്ക് വരും. അപ്പോൾ ഞാനും അഫി ഇവിടെ നിന്ന് പോകും. അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് പോകണേനെ കേട്ടോ. ഇത് ആക്ച്വലി നമ്മൾ 2-3 ദിവസമായി പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാത്തിനും കൂടി ഒരു സമയം ഒത്തു വന്നത് ഇപ്പോഴാണ്. പിന്നെ അവന് ലീവ് കിട്ടണമല്ലോ, അവനിപ്പം ചെറിയൊരു ജോലിക്കൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അവന് ലീവ് കിട്ടണമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നതാണ്. സോ ഇന്നെന്തായാലും നമ്മൾ പോവുകയാണ്. അപ്പം ഞാൻ ഫ്രഷായി ഇനി ജസ്റ്റ് ഡ്രസ്സ് എന്ത് ചേഞ്ച് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു സമയത്തെ ഇത്രയും ഭയങ്കര വെയിലും ഭയങ്കര ചൂടും പുകച്ചിലൊക്കെയാണ്. നമുക്ക് ഇപ്പോൾ ഈ ഒരു സമയമായിട്ടുള്ളൂ, എന്നാൽ പോലും നമുക്ക് ഫ്രണ്ടിലത്തെ ഡോറൊന്നും തുറന്നിടാൻ നിവൃത്തിയില്ല, അത്രയും ചൂടും വെയിലുമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പുറത്തിറങ്ങുമ്പം ഒട്ടും നമ്മൾ ഒഴിവാക്കാത്ത അല്ലെങ്കിൽ ഒഴിവാക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് നമ്മളത് അപ്ലൈ ചെയ്തിരിക്കണം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഹെവി ആയിട്ടുള്ള UV റൈസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഈ സൺബേൺസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഈ സൂര്യൻ്റെ പൊള്ളൽ കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ളതൊന്നും ഏൽക്കാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഞാൻ സ്ഥിരമായിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സൺസ്ക്രീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഹെവിയാണ്. ഒരു ലൈറ്റ് വെയിറ്റ് ഒന്നുമല്ല, ഭയങ്കര ഹെവിയാണ്. അതുമാത്രമല്ല നമ്മുടെ സ്കിന്നിൽ അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഒരുമാതിരി ഗ്രീസി ആയിട്ടിരിക്കും, നമുക്കത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നില്ല. അതുമാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ വൈറ്റ് കാസ്റ്റും ഉണ്ടാകും. അപ്പം അത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. നമുക്കങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീൻ ഒന്നും ആയിരുന്നില്ല അത്. പക്ഷേ ഇപ്പം ഞാൻ അതിന് പരിഹാരം കണ്ടെത്തി. കാരണം ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ മാമാ എർത്തിൻ്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കിന്നിനെ സൺ ഡാമേജിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ ഡെയിലി ഒരു ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒന്ന് ഗ്ലോ ചെയ്ത പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇത് SPF 50 അതുപോലെ തന്നെ PA+++ ആണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള സൺ പ്രൊട്ടക്ഷൻ തരും. അതും വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വൈറ്റ് കാസ്റ്റ് മറ്റ് സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് വൈറ്റ് കാസ്റ്റ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. വൈറ്റ് കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. അത് മാത്രമല്ല അഡിക്വേറ്റ് ആയിട്ടുള്ള സൺ പ്രൊട്ടക്ഷൻ നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് വൈറ്റമിൻ സിയും അതുപോലെ തന്നെ ടർമറിക്കുമാണ്. വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ സ്കിന്നിനെ നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്യിക്കും. അതുപോലെ തന്നെ UV റേസിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ടർമറിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ സൺ എക്സ്പോഷർ കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഉണ്ടായേക്കാവുന്ന ഡാമേജസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ഗ്ലോ നമ്മുടെ സ്കിന്നിന് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇതിന് മറ്റു പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ നോൺ ഗ്രീസിയാണ്, നോൺ സ്റ്റിക്കിയാണ്. ഇത് നമ്മൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി പോകും. അല്ലാതെ
അത് ഇവിടെ ഇങ്ങനെ ഒരു ഹെവി ആയിട്ട് ഒരു ഗ്രീസി ആയിട്ടൊന്നും ഇരിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി പോവുകയും ചെയ്യും. പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ളൊരു ഫേസ്. നമുക്ക് എന്തായാലും ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കുറച്ച് ഇങ്ങനെ കയ്യിലേക്ക് എടുക്കുക. അപ്പം ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണെന്ന് ഞാൻ പറയാൻ കാരണം ഇത് തന്നെയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, എത്ര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് അത് നോക്കും. അത് മാത്രമല്ല ഭയങ്കര നോൺ സ്റ്റിക്കിയാണ്, നമുക്കിങ്ങനെ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. തീർത്തും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നോൺ സ്റ്റിക്കി ആയിട്ടുള്ള നോൺ ഗ്രീസി ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഫേസിലേക്ക് ഇത് നല്ല രീതിയിൽ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താലും കണ്ടില്ല, നല്ലൊരു ഗ്ലോ കിട്ടിയ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഡെയിലി ഗ്ലോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഗ്ലോ ഒക്കെ നമ്മുടെ ഫേസിന് ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് പറ്റിപ്പിടിച്ചിരിക്കുക അങ്ങനത്തെ ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും ഇത് യൂസ് ചെയ്യുമ്പോൾ ഇല്ല. പിന്നെ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. വൈറ്റമിൻ സി അതുപോലെ തന്നെ ടർമറിക് ഉള്ളതുകൊണ്ട് തന്നെ സൺ എക്സ്പോഷർ കൊണ്ട് ഉണ്ടായേക്കാവുന്ന ഡാമേജസിൽ നിന്നെല്ലാം നമ്മുടെ സ്കിന്നിനെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ, കുറച്ചുകൂടി ബ്രൈറ്റൻ ചെയ്ത പോലെ, കുറച്ചുകൂടി ഒന്ന് ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടിയ പോലെ ഫീൽ ചെയ്യുന്നില്ലേ? എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എന്താണ്, നമുക്കിത് ഇട്ട് ധൈര്യമായിട്ട് ഇനി പുറത്ത് പോകാവുന്നതാണ്. സൺബേൺസിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ എനിക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ വെയിലത്ത് കുറേ നിൽക്കേണ്ട ആവശ്യം വരും. അപ്പോൾ എന്തായാലും ഇത് ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ചേഞ്ച്. സോ നിങ്ങളിതൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. മാമാരത്തിൻ്റെ സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അജ്മൽ 2024 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നത് ായിരിക്കും. അതുപോലെ തന്നെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. മാമാരത്തിൻ്റെ സൈറ്റിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ട്രീ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ 2025 ആകുമ്പോഴേക്കും 1 മില്യൺ ട്രീസ് പ്ലാൻ ചെയ്തേക്കുന്നതാണ് അവരുടെ ഒരു ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ മാമാരത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ നമ്മളെ നിയർ ബൈ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. സോ നിങ്ങൾ സ്റ്റോഴ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും മാമാരത്തിൻ്റെ പ്രൊഡക്റ്റൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും സമയമില്ല, ഞാൻ എന്തായാലും ഇനി പോയി ഒരുങ്ങിയിട്ട് പോകാൻ നോക്കട്ടെ. സാധന സാമഗ്രികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലൊരു ഡ്രസ്സും പിന്നെ റിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാഗ്. റിംഗ് ലൈറ്റ് ആണോ? അത് പുറകിലിരിക്കുന്നു. അങ്ങനെ നമ്മളൊരു 10-11 മണിയൊക്കെ ആയപ്പോഴേക്കും ഷിന്നുവിൻ്റെ വീട്ടിലേക്ക് എത്തി. പിന്നെ രാവിലെ കുട്ടികളൊക്കെ വിട്ടിട്ടുള്ള ഒരു ടൈം ആയിരുന്നുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് പടിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ റിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സേഫായി കൊണ്ടുവച്ചു. പിന്നെ അഫി ആദ്യം ഒരു മൂഡില്ലായിരുന്നു കേട്ടോ, കുട്ടികളില്ലാത്തതുകൊണ്ട്. പിന്നെ അത് ഓക്കെ ആയി. നമുക്ക് അവിടെ മിറർ കണ്ടാലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര ഒരു അതങ്ങനെയാണല്ലോ. അങ്ങനെ എനിക്ക് ഈ മിറർ കാണുമ്പോൾ എപ്പോഴും തോന്നാറുണ്ട്. കാരണം നല്ല ലൈറ്റിംഗ് ആണ് കേട്ടോ, അവിടെ കാണാനും നല്ലൊരു ലുക്കുണ്ടല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ റിംഗ് ലൈറ്റ് സെറ്റാക്കി. അപ്പോൾ ബാവാസിനെയൊക്കെ വിളിച്ചപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല എന്ന് പറഞ്ഞു. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാൻ ഞാൻ പറഞ്ഞേൽപ്പിച്ചു. എന്നിട്ട് റിംഗ് ലൈറ്റ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ വരുമ്പോഴത്തേക്കും അത് സെറ്റാക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ എനിക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് കുറേ നാളായിട്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഓർക്കുന്ന കേട്ടോ. പക്ഷേ പറ്റാറില്ല. ഇന്നിപ്പോൾ എന്തായാലും ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുവാണല്ലോ, അതുകൊണ്ട് അതും കൂടി എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഒരുങ്ങാൻ തുടങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ അവർ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റിംഗ് ലൈറ്റൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ അഫിയാണ് പറഞ്ഞത് വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ അവൻ എൻ്റെ അടുത്ത് വീഡിയോ കേട്ടോ, അതുകൊണ്ടാണ് അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിക്കുന്നത്. പിന്നെ അവളിത് നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ്. കറി ആൻറ്റി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചോറ് മാത്രം വെച്ചാൽ മതിയല്ലോ. പിന്നെ ഞാൻ ആ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാനുള്ള പരിപാടിയിലാണ്. അതിൻ്റെ ചെറിയ ക്ലിപ്പിങ്സ് ആണ് കേട്ടോ ഇത്. അതിനുശേഷം പിന്നെ നമ്മൾ റെഡിയായി. അപ്പോഴേക്കും അവർ വന്നു. നല്ല വെയിലും നല്ല ചൂടും ഉണ്ടായിരുന്നു പുറത്ത്. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്തില്ല. എത്രയും പെട്ടെന്ന് ഇത് തീർക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഈ ഒരു ഡ്രസ്സിൻ്റെ മാത്രം എടുക്കാൻ വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും വേറെ നല്ലൊരു ഡ്രസ്സും കൂടി കണ്ടു. എന്നാൽ പിന്നെ ഇത് കഴിഞ്ഞ് അതും കൂടി എടുത്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ എഡിറ്റ് ചെയ്ത് റെഡിയാക്കാമെന്ന് ഓർത്തിട്ടാണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഷൂട്ടിംഗ് പ്രഹസനങ്ങൾ കണ്ടോളൂ. ഒന്ന് ഷോൾഡറിലേക്ക് തുമ്പെടുത്തല്ലോ. എന്നിട്ട് ആ സൂര്യൻ്റെ നേരം ഒന്ന് നോക്കിയോ. ഇവിടെ മേളില് അതെ അതെ അതെ.
ഈ ഡ്രസ്സിൻ്റെ ഷൂട്ട് ഏകദേശം കഴിഞ്ഞ് കേസ് നോക്ക് മേക്കപ്പ് ഒക്കെ ഒലിച്ചു തുടങ്ങി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ ഡ്രസ്സ് എടുത്തിടുകയാണ്. നല്ല വെയിലാട്ടോ. മേക്കപ്പൊക്കെ ഒലിച്ച് വേർപ്പൊക്കെ ആയി. ബാവാസിൻ്റെ 1-2 ഫോട്ടോസ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ ഡ്രസ്സ് എടുത്തിടും. ഇതുപോലെ തന്നെ ഷൂട്ട് ചെയ്യും. ആക്ച്വലി അഫീനെ കൂട്ടിയിട്ട് ഫോട്ടോ എടുക്കാനുണ്ട്. അപ്പോൾ മുഷിയാതിരിക്കാൻ വേണ്ടിയിട്ട് ലുക്കുവിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടാണ് കേട്ടോ. അതിൽ പുള്ളി സൈക്കിൾ ഓടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഈ ഡ്രസ്സ് കഴിഞ്ഞ് മറ്റേ ഡ്രസ്സിലാണ് അഫിയുടെ കൂടെ ഫോട്ടോ എടുക്കേണ്ടത്. ഈ വെയിലത്തോടെ എന്തിനു നടക്കണേ അഫി നീ? ഓടിച്ചോ. എനിക്കെന്താ മൊത്തം മുഷിയൂന്ന്. നമ്മൾ അടുത്ത ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കും ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. ചിരിച്ചോണ്ട് തിരി കേട്ടോ. കറങ്ങി വന്ന് 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 വന്ന്. നമ്മുടെ ഫോട്ടോഷൂട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാനും എടുത്തു, അവനും എടുത്തു. നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല. 2 ഡ്രസ്സിൻ്റെ ആയിരുന്നു എടുക്കാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അവൻ കുറേ ഷർട്ടൊക്കെ കൊണ്ടാണ് വന്നേക്കണേ. ഇപ്പോൾ അവൻ്റെ ഫോട്ടോഷൂട്ടാണ്. ഓക്കെ. പിന്നെ ബവാസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. അഫിക്ക് വാരി കൊടുക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം അവനാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആണല്ലോ എനിക്ക് എഡിറ്റ് ചെയ്തൊക്കെ തന്നത്. അങ്ങനെ വൈകുന്നേരം ചായയോടെയും കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവർ ഉടുമ്പന്നൂർക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവരുടെ കൂടെ അങ്ങ് വന്നാൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്നതാണ്. കുട്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റി എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നെ കൊണ്ടുപോയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചിന്നുവിനെ ഇറക്കി വിട്ടിട്ട് അവർ തിരിച്ച് തൊടുവഴിക്ക് തന്നെ പോകും. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ അതിനു മുമ്പ് തന്നെ നമ്മൾ എല്ലാവരും കൂടെ നിൽക്കുന്ന 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എവിടെയാണെങ്കിലും നിർബന്ധമാണ്. ഒരു സെൽഫി ആണെങ്കിലും നമ്മൾ എടുക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.